8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. 5 മണിക്കൂർ കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാം. 140 കേന്ദ്രങ്ങളിലായി ഇതാ വോട്ടെണ്ണൽ തുടങ്ങും. LDF വിജയിച്ചാൽ 5 മണിക്കൂർ കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് എന്ന് ഞാൻ തിരുത്തുന്നു. UDF വിജയിച്ചാൽ മുഖ്യമന്ത്രിമാർ 10 ദിവസം കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണെന്ന് അറിയാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ വലിയ അടിയൊക്കെ നടക്കും. അടി സ്റ്റണ്ട് എല്ലാം നല്ല രീതിയിലെ കാര്യങ്ങളൊക്കെ പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ കേരളത്തിന്റെ വിധി നിശ്ചയിക്കുന്ന ദിവസം തൃശ്ശൂരിൽ പോസ്റ്റൽ ബാലറ്റിന് തരംതിരിക്കൽ തുടങ്ങി. അപ്പൊ ആദ്യം എണ്ണി തുടങ്ങുകയല്ല, കൊല്ലത്ത് വോട്ടെണ്ണൽ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. കൗണ്ടിംഗ് സൂപ്പർവൈസർ ടേബിളുകളിൽ 500 പോസ്റ്റൽ ബാലറ്റുകൾ അടങ്ങിയ ഒരു ബണ്ടിലാണ് ആദ്യം എത്തുക. ഓരോ ടേബിളിലും 500 പോസ്റ്റൽ ബാലറ്റുകൾ എത്തും. ആ 500 പോസ്റ്റൽ ബാലറ്റുകളെ ആദ്യം ചെയ്യുന്നത് നമ്മൾ വിക്ടോറിയ കോളേജ് പണ്ട് യൂണിയൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ച സമയത്ത് നമ്മൾ ഓർമ്മയില്ലേ, ഓരോ സ്ഥാനാർത്ഥികൾക്കായിട്ട് ആദ്യം അത് തരംതിരിക്കുക ചെയ്യുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്. വോട്ട് എണ്ണൽ മാത്രമല്ല, എല്ലാത്തിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പങ്കെടുക്കാത്ത ഒരു ഐറ്റം ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഒഫീഷ്യലായിട്ട് കൗണ്ടിങ്ങിൽ പങ്കെടുത്തില്ല, പോളിംഗിൽ മാത്രമേ പങ്കെടുത്തുള്ളൂ. ഒരിക്കൽ പങ്കെടുത്തു കൗണ്ടിങ്ങിൽ, ലോക്സഭയിൽ. കറക്റ്റ്. അപ്പൊ മാധുവിന്റെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചോദിക്കുന്നു, മാധുവിന്റെ കല്യാണം പ്രസക്തിയില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പോസ്റ്റൽ ബാലറ്റ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ആദ്യം എണ്ണുകയല്ല, തരംതിരിക്കുക ചെയ്യുക. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആദ്യം തരംതിരിച്ച് ഓരോ സ്ഥാനാർത്ഥികളുടേതായിട്ട് മാറ്റിവെക്കും. ഈ LDFന് കിട്ടിയത്, UDF കിട്ടിയത്, BJP കിട്ടിയത്, സ്വതന്ത്രയ്ക്ക് കിട്ടിയത് മാറ്റിവെക്കും. ആ മാറ്റിവെച്ചതിന് ശേഷമാണ് വീണ്ടും എണ്ണുക. അപ്പോൾ 500 ബണ്ടിലുകൾ അടങ്ങിയ ഒരു അത് എണ്ണിക്കഴിഞ്ഞ് കൗണ്ടിംഗ് സൂപ്പർവൈസർ സർട്ടിഫൈ ചെയ്യണം. ഇത്രയും സമയം 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. അതുകൊണ്ട് ഇപ്പൊ തരംതിരിക്കൽ മാത്രമാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തരംതിരിക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അതിന്റെ കണക്കുകൾ ഓരോ ടേബിളിലും വരും. ആ ടേബിളിൽ വരുന്ന കണക്ക് കൗണ്ടിംഗ് സൂപ്പർവൈസർ റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കും. അതിനുശേഷമേ നമുക്ക് കിട്ടൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, നോ പൊക്കേടി, നോ തൂക്കേടി, ഓൺലി കറക്റ്റ്.